മുരിങ്ങാണ്ട് അന്ന് കൊടുങ്കാറ്റിന് പൊട്ടിയെല്ലാം പോയ അടിയെ പോയിനല്ല നല്ല തീർത്ത് വരുന്ന ബാക്കിയിൽ നല്ല ഇല വന്നത്. ഇത് നിറയെ വെള്ളമൊക്കെ കണിക്കുന്ന പോലത്തെ ആ വെളുത്ത കൊല കൊലയായിട്ടുണ്ടാകുന്ന അതിൻ്റെ ചെടിയായതല്ല, കാട് പോലെ ഉണ്ട്. അല്ലെങ്കിൽ ചായ മനസ്സെല്ലാം ഉണ്ടായിരുന്നു, അടിയെ പൊട്ടിപ്പോയി. നല്ല ഇഷ്ടംപോലെ ചായ മനസ്സ ഉണ്ടായിട്ടില്ലേ. കുഞ്ഞുമോൻ്റെ ഗപ്പിയുണ്ട് ഇവിടെ, അസോളയെല്ലാം ഉണ്ടിയിലിട്ടിട്ട് ഗപ്പി. മുമ്പ് വലിയ ചില്ലിൻ്റെ ഇലന്നിട്ട് ഉണ്ടായിന്, ഒരുപാടുണ്ടായിന്. ചില്ലെല്ലാം ലീക്കായിപ്പോയി. അതുകൊണ്ട് ഈ ഇതിലിട്ട് വട്ടയിൽ, പ്ലാസ്റ്റിക്കിൻ്റെ വട്ടയിൽ ഒരുപാടുണ്ടായിന്. ഇപ്പോൾ എല്ലാം നശിച്ചു പോയി. തവളയെല്ലാം വന്ന് തിന്നിട്ട്. നമ്മളെ പക്ഷിക്കുഞ്ഞുങ്ങൾ എപ്പോഴും വെച്ചാക്കുന്നവർ ഉണ്ടല്ലേ. അതിൻ്റെ ഉള്ളിലൊരു ചെടിയുണ്ട്, നന്നായിട്ട് വളരുന്നുണ്ട്. അത് പന പോലത്തെ ചെറിയ നല്ല രസമില്ലേ അത്. എന്താ കണ്ട, പിഞ്ചസ് എന്നതിനെ പറയലാണ്. പിഞ്ചസ് ലവ് ബേർഡ്സ് ഉണ്ടായതാണ്, നിറയെ ലവ് ബേർഡ്സ് ഉണ്ടായ കൂടാണ്. അതിനെല്ലാം കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം ഉണ്ടല്ലേ. ഒരുപാട് സ്ഥലമുണ്ട്, ഇതുണ്ട്. കണ്ടില്ലേ ചായ മനസ്സ കണ്ടില്ലേ, അതാ വലിയ മരം. ഇതാ ഇതിനേക്കാൾ വലുതുണ്ട്. ഇത് മറ്റേ അങ്ങനെയെന്ന് പറഞ്ഞു ചൈനീസ് മുരിങ്ങാന്ന് എന്തെല്ലോ പറയല്ലേ. ഇനി ഓരോരോ നാട്ടിൽ ഓരോരോ പേരല്ലേ. അതുകൊണ്ട് വലിയ മരമായിട്ടുണ്ട്, നിറയെ ഉണ്ട്. ഇനിയും ഉണ്ട് ഒരുപാട് ചായ മനസ്സ. ഇതിൻ്റെ ഇല നല്ല സാധാരണ കറി വെച്ചാൽ ഇതിനൊരു കട്ടുണ്ട്. പക്ഷേ അതാണ് ഒരു വിഷമം. അത് ചെറുതായി അരിഞ്ഞൊന്ന് കഴുകിയെടുത്തിട്ട് വേണമെങ്കിലൊന്ന് തിളച്ചിട്ടാകുമ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞാലും മതിയല്ല, ആ കട്ടങ്ങ് പോകുമല്ല. അങ്ങനെ എല്ലാവർക്കും പേടിയാണ് ഇനി അതെല്ലാം പറഞ്ഞതുകൊണ്ട്. നമ്മൾ കുറച്ച് തിന്നാൽ മതി, ഒരുപാടൊന്നും തിന്നണ്ട. നല്ല സാധനമാണ്, നല്ല രുചിയുള്ള സാധനമാണ്. സുന്ദരിച്ചീര കാവത്തൂടെ പറക്കി കൂട്ടിയിട്ടുണ്ടായി, നല്ല മുളക്കലായതാ. ഒരുപാടുണ്ടായിന് വീണിട്ട്. എന്താ എന്താ ചായാൻസ അടിയുണ്ട്. കുറേ കൊത്തി കളഞ്ഞു, ഒരുപാട് കാട് പോലെ ആയിട്ട് ഉണ്ടല്ലേ. പാഷൻ ഫ്രൂട്ട് ഇനി പടന്നിടെ ഞാൻ സീതാപ്പഴത്തിൻ്റെ തൈ നട്ടിട്ടുണ്ടായിരുന്നു പിറന്നാളിന്. ഉണ്ടല്ലേ, കഴിഞ്ഞ പിറന്നാളിന് നട്ടതാണ്. ഉണ്ടല്ലേ, ഇത്രയായി ഇത്. ഓരോ പിറന്നാളിന് ഓരോരോ സീതാപ്പഴം തൈയാണ് നടൽ. നന്നായിട്ടുണ്ടതാ. കളഞ്ഞ് പാഷൻ ഫ്രൂട്ടിന് ഇനി അവിടെ അങ്ങ് പടത്തണം, ഇല്ലെങ്കിൽ ഇതങ്ങ് കളിയല്ല. വന്ന് മൂടിയിട്ട് ഇലണ്ടല്ലേ. ഇതാ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ പ്ലാവിനെക്കാറ്റം പടത്താം. ഒരു മാവൻ തൈയും ഉണ്ട്, അതിൻ്റെ ഒന്നിച്ച് തന്നെ വെച്ചതാണ് ചെയ്തത്. അയാലാവട്ടെ വെച്ചിട്ടേ. ഉണ്ടല്ലേ, ഓരോ പിറന്നാളിനും ഓരോന്ന് വെക്കും ഞാൻ. എല്ലാവരും ഇങ്ങനെ വെക്കണം. പിറന്നാളിന് വെറും കേക്ക് മാത്രം മുറിച്ചിട്ട് ഉണ്ട്. ഒരു തൈയെങ്കിലും നട്ടാൽ കുറേ ഉണ്ട് ഇടാ. ഒന്ന് ആദ്യം നട്ടതിന് ഇപ്പോൾ പിടിക്കും അടുത്ത കൊല്ലം. ഉണ്ടാ നമ്മളെ സീതാപ്പഴം കണ്ട, ഇതാ വലിയ മരമായി. ഇതാ വാഴയിലെല്ലാം വന്ന് മൂടിയിട്ട് ഉണ്ടല്ലേ. അടുത്ത കൊല്ലം എന്തായാലും ഇനി പിടിക്കും. ഇങ്ങനെ ഓരോന്ന് വെച്ച് കൊടുത്താൽ നമുക്ക് പിറന്നാളിൻ്റെ ഒരു പേരും പറഞ്ഞിങ്ങനെ വെച്ചാലേ കുഞ്ഞുമക്കൾക്കെല്ലാം പഴമെല്ലാം പറിച്ച് തിന്നാലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണിത്, സീതാപ്പഴം. അമ്മേനെ സീതാപ്പഴം പറയലേ. വേറെ എന്തെങ്കിലും പേരുണ്ട്, ഓരോരോ നാട്ടിൽ ഓരോരോ പേരുണ്ടാവുമല്ലോ. ഇത് സാമ്പാർ ചീര ഉണ്ടോ, നിറയെ സാമ്പാർ ചീര ഏടെ നോക്കിയല്ല ഉണ്ടല്ലേ. ഒരുപാടുണ്ടാകുമ്പം പ്രിയം ഉണ്ടാവില്ലല്ലോ അതിനൊന്നും. കുറച്ചാണെങ്കിൽ കുറച്ച് വെക്കാൻ തോന്നും. ഉണ്ടല്ലേ, നിറയെ ഉണ്ട്. പൂവെല്ലാം ഇതാ മുള്ളംപന്നി കിളച്ച് കൊണ്ടുപോയിട്ട് അതിൻ്റെ വേര് പൊട്ടിയിട്ട് തേക്കുന്നത് നിറയെ ഉണ്ട്. മഴ അങ്ങ് പെയ്താല കിളക്കലൊന്നുമില്ല. ആരിത് കിളക്കാനാകുമ്പോൾക്ക് ഒന്നും കാണൂല, അതിൻ്റെ മുരടും ഉണ്ടാവില്ല. എല്ലാം മുള്ളംപന്നി കൊണ്ടുപോകും.
ഞാൻ കാണിച്ചു തരാം. ഇപ്പുറം കണ്ടോ, എന്താ കണ്ടാ മുളക്കുന്നുണ്ടോ? ഇങ്ങനെ നടാണ്ട് മുളക്കുന്നുണ്ടല്ലോ. എന്താ നിറയെ ഇതൊക്കെ പോവാ. എല്ലാം അവർ കൊണ്ടുപോയിട്ട് അതിൻ്റെ ബാക്കിയിൽ മുളക്കുന്നതാണ്. ഇതൊന്നും ഇവിടെ വെച്ചക്കൂല. കുറച്ചായ പാടെല്ലാം അവർ വെച്ചോളും. വെക്കും വേണ്ടേ തിന്നാനല്ലോ. ഒന്നും ഒരു സാധനം വെച്ചക്കൂല. നമ്മളെ ഇരുമ്പാമ്പുളി കോയക്കപ്പുളി ഇത്രയായി. ഇതാ ഉണ്ടല്ലേ, ഇതാ അന്ന് പൂത്തത് ഞാൻ കാണിച്ചൊന്നുമില്ലേ. ഒരുപാടൊന്നുമില്ല, ആദ്യത്തെ ആയിട്ടായിരിക്കും അല്ലേ. എന്താ ഇടയെല്ലാം ഉണ്ട് കുറച്ച് കുറച്ച്. എന്നാലും പുളി കണ്ടില്ലേ. എന്നാലും ഇതാ ഇത്ര വന്ന് പൂത്തിട്ടല്ലേ കാണിച്ചു തന്നത്. ഉണ്ടല്ലേ.